എല്ലാ കൂട്ടുകാർക്കും ബ്രൈറ്റ് എഡ്ജ് ലേണിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ, നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ഇന്നത്തെ HSI ഇൻ്റർവ്യൂവിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ടെയ്ലർ സീരീസിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് ടെയ്ലർ സീരീസിൻ്റെ അപ്ലിക്കേഷൻ? നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനും അതുപോലെ ഒരു ഫംഗ്ഷൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കാനും പിന്നെന്താണ് നമ്മുടെ ഫിസിക്കലായിട്ടും അതുപോലെ എൻജിനീയറിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഫിസിക്കൽ ആൻഡ് എൻജിനീയറിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ടെയ്ലർ സീരീസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ SCERT കണ്ടൻറ്റിൻ്റെ മാത്രം അപ്ലിക്കേഷൻസ് നോക്കി പോയാൽ പോരാ, നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ HSI സിലബസ് എടുത്തിട്ട് നമ്മുടെ HSI സിലബസിലെ ഭാഗങ്ങളുടെ അപ്ലിക്കേഷൻസും കൂടി എന്ത് ചെയ്യണം, നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഇൻ്റർവ്യൂസിന് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രതീക്ഷിക്കണം. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യണം, ഇനി അങ്ങോട്ട് നോക്കണം കേട്ടോ. അടുത്താണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. അപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഫിസിക്കൽ അപ്ലിക്കേഷൻ എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഫിസിക്കൽ അപ്ലിക്കേഷൻ എന്താണ്? നോർമലി നമുക്കറിയാം നമ്മൾ എന്തിനൊക്കെയാണ് ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യുക അത് പറഞ്ഞാൽ മതി. അപ്പോൾ ഏതൊക്കെയാണ്? നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽ, അല്ലേ, നമുക്ക് എത്രത്തോളം ട്രാവൽ ചെയ്തു അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, പിന്നെന്താണ് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ, അതുപോലെ ഏരിയ അണ്ടർ ദി കർവ്, അങ്ങനത്തൊക്കെ കണ്ടുപിടിക്കാനാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നിന്ന് പറയുന്നത് ഫിസിക്കൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു ലിക്വിഡ് ഫ്ലോ T1 മുതൽ T2 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും എന്നായിരുന്നു ചോദിച്ചത്. അപ്പോൾ എന്താണ്, T1 മുതൽ T2 വരെ ലിക്വിഡ് ഫ്ലോനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് അവിടെ കിട്ടുന്നത് വോളിയം ഓഫ് ദ ലിക്വിഡാണ് കിട്ടുന്നത്, അല്ലേ, എത്രത്തോളം വോളിയം, അതിൻ്റെ വോളിയത്തിൻ്റെ ലിക്വിഡിൻ്റെ വ്യാപ്തമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. T1 മുതൽ T2 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് ഫ്ലോയുടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വോളിയമാണെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കേടെറ്റ് എന്ന് പറയുന്നത് ഏത് ആക്ടിൻ്റെ ഭാഗമാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കേടെറ്റ്. ഇപ്പോൾ കുറച്ചും കൂടി തരംഗമായിട്ട് നിൽക്കുന്നതായതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തു നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. അപ്പോൾ കേടെറ്റ് എന്ന് പറയുന്നത് RTE, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, RTE 2009 ഭാഗമായിട്ടാണ് കേടെറ്റ് ആക്ട് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ കുറച്ച് കാര്യം കൂടി നോക്കാം. ഇതിൻ്റെ എക്സാമൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് പരീക്ഷാ ഭവൻ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത് NCTE ആണ്. എന്താണ്? നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ, 1993. അപ്പോൾ NCTE ആണ് ഇതിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുന്നത്. ഇത് ഏത് ആക്ടിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RTE 2009 ഭാഗമായിട്ടാണ് കേടെറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഒരു ടീച്ചറോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്